ഇന്ന് പെസഹ ആയതുകൊണ്ട് രാവിലെ പള്ളിയിൽ പോകണമായിരുന്നു. അതുകൊണ്ട് ഒത്തിരി നാളുകൂടി രാവിലെ നേരത്തെ എണീറ്റു കേട്ടോ. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 4:45 ആയപ്പോഴാണ് കാലത്ത് ഞാൻ എണീറ്റത്. പല്ലൊക്കെ തേച്ചൊന്ന് റെഡി ആയിട്ട് വന്നിട്ട് പെസാപ്പ് ഉണ്ടാക്കാനുള്ള അരിയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ 3 പേരുടെ കൂടി പള്ളിയിൽ പോയി ഒരു 5:15 ആയിപ്പിക്കും. ഞങ്ങൾ 3 പേരെന്ന് വെള്ള ഡ്രസ്സായിരുന്നു കേട്ടോ ഇട്ടത്. 7:30 ആയിപ്പിക്കും പള്ളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പള്ളി കഴിഞ്ഞ് അവിടുന്ന് ചായയൊക്കെ കുടിച്ച് നേരെ ഞങ്ങൾ പോയത് അമ്മയുടെ അടുത്തേക്കാണ്. ഞങ്ങൾ ചെന്നപ്പോഴേക്കും അമ്മ അപ്പം ഉണ്ടാക്കി തുടങ്ങിയിരുന്നു. വീട്ടിൽ ഇപ്പോഴും ട്രഡീഷണൽ രീതിയിൽ തന്നെയായിട്ട് അപ്പം ഉണ്ടാക്കുന്നത്. വറകലത്തിൽ കനലൊക്കെ ഇട്ടിട്ട് ആ രീതിക്ക് തന്നെയായിട്ട് അപ്പം ഉണ്ടാക്കുന്നത്. ഇപ്പോഴും അതെ, അമ്മ ഒരു 8:30 ആകുമ്പോഴേക്കും അപ്പം എല്ലാം ചുറ്റുണ്ടാവും. അവിടെ പള്ളിയും രാത്രി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അമ്മ ഉണ്ടാക്കി വെച്ചിരുന്ന പുട്ടെടുത്ത് കഴിച്ചു കേട്ടോ. നേരം ഞങ്ങളങ്ങ് ചെല്ലണില്ലാത്തതുകൊണ്ട് അപ്പം ഞങ്ങൾക്ക് ഓരോ കഷ്ണം അപ്പം മുറിച്ച് തന്നു. ഞാനിവിടെ ദോശ കല്ലേൽ ഉണ്ടാക്കുന്നതുകൊണ്ട് അത്ര നന്നാവില്ലാത്തതുകൊണ്ട് 2 അപ്പം അമ്മയുടെ അടുത്ത് വാങ്ങിച്ചുകൊണ്ടായിട്ട് പോകുന്നത്, അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. കടയിൽ പോയി ബ്രെഡൊക്കെ വാങ്ങിയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. ഗോതമ്പലം സൈലത്താണെന്ന് തോന്നുന്നു ഇപ്പോഴും ഇങ്ങനെ ട്രഡീഷണൽ രീതിയിൽ അപ്പമൊക്കെ ഉണ്ടാക്കുന്നത്. ബാക്കി ഒരു സ്ഥലത്തും ഈ രീതിക്ക് ഉണ്ടാക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. അമ്മ തന്നിട്ട് അപ്പമൊക്കെ അടുത്ത വീട്ടിലൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് എനിക്ക് വൈകുന്നേരം മുറിക്കാനുള്ള അപ്പം ഞാൻ ചുട്ടെടുത്തു. നമ്മളിങ്ങനെ അപ്പം ഉണ്ടാക്കുമ്പോൾ തൊട്ടടുത്തുള്ള വീടുകളിൽ, മുടക്കുള്ള വീടുകളിലോ അല്ലെങ്കിൽ വേറെ ജാതിക്കാരുള്ള വീടുകളിലോ അങ്ങനെയുള്ളിടത്തൊക്കെ കൊടുക്കും കേട്ടോ. പണ്ട് തൊട്ടേ അങ്ങനെ. തറവാട്ടിൽ പോയി മമ്മിയുടെ അപ്പം ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം വീട്ടിൽ വന്ന് കുറേ നേരം അവിടെ നിന്ന് ടെറസിൻ്റെ മേളിൽ കളിച്ചു. മഴക്കാർ വെച്ചിരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ മഴ പെയ്തില്ല. അതുകൊണ്ട് പിന്നെ ചെടികളൊക്കെ വീണ്ടും നനയ്ക്കേണ്ടി വന്നു. പാലുണ്ടാക്കാനുള്ള തേങ്ങയൊക്കെ ചിരണ്ടി വെച്ച് വീട്ടിലെ ബാക്കി ജോലിയെല്ലാം തീർത്തതിന് ശേഷം പോയി കുളിക്കാൻ പോയിട്ടോ. അതിനുശേഷം ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചേ. ആയുടെ പ്രാർത്ഥനയെല്ലാം ഞങ്ങൾ ചൊല്ലി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് ചോറുണ്ണാൻ വേണ്ടിയിട്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ വേഗം പോയി അത്താഴം കഴിച്ചു. അത്താഴോണ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ വന്നിരുന്ന അപ്പം മുറിച്ചു കേട്ടോ. അത് സേബയ്ക്ക് കൊടുത്തു, എന്നിട്ട് റയാന് കൊടുത്തു. ആദ്യം വീട്ടിലെ മൂത്ത ആൾക്ക് കൊടുക്കണമെന്നാണ്. ദോശക്കലയിലായതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും കട്ടിയില്ലാണ്ടായിട്ട് ചുട്ടെടുത്തത്. ഇവിടെ പിള്ളേർക്കും അതാണ് ഇഷ്ടം. പിന്നെ ഇവിടെ ഞങ്ങൾ പുഴുങ്ങാറില്ല. ഈ വർഷവും പെസായ്ക്ക് ഞങ്ങൾ 3 പേരും മാത്രമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ 2 വീടുകളിലും പോയിട്ട് അവിടെയുള്ള പെസാപ്പൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത്.